Telugu Radha, Telugu. No. Are you virgin? Yes. Why, bro? No dogs or cats? No dogs, so? No dogs in your home? Listen. It's better to stay virgin. I don't want to fuck cats and dogs. Go fuck more cats and dogs. പക്ഷെ അവൻ അടിച്ചു പോയട്ടാ. Racist making fun of me. Hi. Big star. Eh? Big star. No. Yes, yeah, you are big star. Yeah, I'm big star. You are porn star. Get out. Really nice. That's more convenient for me, definitely. Yeah. I have a problem with Malayalam, which I'm trying to struggle. I'm literally struggling to talk in Malayalam, and I'm sorry about that. Really, I have that problem too. I am that problem. I am the problem, right? Okay. So what's your breakup story? Something like that? 4 വണ്ടി എടുത്തിട്ടുള്ളോ? 2 വണ്ടി ഉള്ളൂ. വാസവ ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണന്റെ അടുത്ത്. ഈ കോച്ചിനെ കാണാൻ സരള വന്നിരിക്കുന്നത് വാറിന്റെ ഇടയ്ക്കാണോ ഇതൊക്കെ? എന്തൊരു വാറിന്റെ ഇടയ്ക്കാണ് ഈ സരളെ കാണാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഈ കോച്ചൊന്ന് വന്നേ പ്ലീസ്. ആയാലോ നമുക്ക് റെഡി ആയിട്ട് നിൽക്കാം. 4 മിനിറ്റ് 5 മിനിറ്റ് അല്ല. താങ്ക് യു സോ മച്ച്. എടാ ഇതിപ്പോ ആർപ്പിക്കകത്ത് പോലും ഞാൻ അറിയാതെ ഇവൻ കൊറേ വലിക്കുന്നുണ്ട് കേട്ടാ. സത്യം ആർപ്പിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതൊന്നും. പക്ഷെ പറഞ്ഞ ഞാൻ മുടക്കുമെന്നറിയാം കേട്ടാ. അതുകൊണ്ട് ആർപ്പിയിൽ പോലും നമ്മുടെ അടുത്ത് പറയാത്ത രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ബാബുവിനെ ഒരു ദിവസം സിറ്റിയിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. എടാ എല്ലാരും കാറൊക്കെ എടുത്ത് റെഡി എനിക്ക് ചൂടെ ഒരു വണ്ടി എടുത്ത് വെക്കുവോ? ഞാൻ എടുത്തോളാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ അനീതിയാ സ്ഥലവിടാ. ഞാൻ ഇരിഞ്ചെവിടാ? കലിങ്കിന്റെ അവിടെ. കലങ്കിന്റെ അവിടെ? അവിടെ ആരാ മോള്? കൃഷ്ണകുമാർ എന്ന് പറയും. ഒരു പിരിയത്തിലൊരു വെട്ടമുള്ള കൃഷ്ണമാരാണാ? ഓ അതെ. വെളുത്തിട്ട്? ഓ നീ ക്രിമേരി കൃഷ്ണമാരാ മോളാടി? ഓ ഇവിടെ അച്ഛൻ പണ്ട് അമ്പലത്തിന്റെ അവിടെ ആൽത്തറ വന്നിരുന്നിട്ടേ ആ സിമ്മന്റെ തറ ഇരുന്നിട്ട് നിരങ്ങും. ആരും കാണുള്ളതെന്ന് വിചാരിച്ചാ. ഇല്ല അതൊക്കെ പണ്ടല്ലേ അമ്മ. നീനെ വിളിയാട്ടാ. പോട്ടെ അമ്മ. ശരി. ഇതും മനുഷ്യ കണ്ടോമാരുടെ തൊടല്ലേ ഇങ്ങോട്ട് നീങ്ങിരി. എന്റെ അളിയ ഇജാതിയുടെ ഇത് ഇവരിപ്പോ നൈസായിട്ട് വരാട്ടാ. It's chocolate, right? Yes, it's chocolate. Chocolate is yummy, right? Yes. Yeah, if chocolate is really yummy, will you be my future children's mommy? എന്റെ കൂടെ വരില്ലേ എന്റെ കുട്ടികളുടെ അമ്മയായിട്ട്? I need to go. My mom is waiting for me. സമ്മതിക്കൂല. ഇനി നടക്കപ്പോറത് യുദ്ധം. So I met you again. That means we are made for each other. What? എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റില്ല. ഞാൻ പോണേന്.
You're in India and I'm in Turkey. You can't find me anywhere. No, those who are with lovable hearts cannot be separated by distance. Okay. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ വീട്ടിൽ ഡിഗ്രി ഏതായിരുന്നു അതും പഠിച്ചില്ല. കണ്ടത് നീ ചെറുത്തനാണ്. പഠിക്കാൻ പഠിക്കണം. Yeah. You know what? Okay then. Nothing lasts forever, right? Yeah. If nothing really lasts forever, will you be my nothing? അതല്ല, ഇംഗ്ലീഷ് അറിയാം. ഇതൊരു ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയണ്ടേ? ഇംഗ്ലീഷാണ്. I got impressed. കണ്ടാ അവളൊരു ഇംപ്രസ് ആയി. Is that a yes? Maybe. പിന്നല്ല എന്നോടാ കളിക്കണ. Okay, I'll give you my Instagram. Bye, my future boyfriend. ഇൻസ്റ്റാഗ്രാം അവിടെ. ഇൻസ്റ്റാഗ്രാം ഇന്ന് വാല്യൂ കളിക്കുമ്പോഴേ ഇംഗ്ലീഷ് ഉള്ളി ആയാലോ ഇങ്ങനെ പഠിക്കും. Bro, I know English. You don't know English. Okay? Hey, leader. I gotta go to Karela, India, bro. That shit is beautiful. It's like... Hey, check Korea. Korea. Bro, this shit is... Korea? What? This is a real place. That shit looks beautiful. Whoa, who cut that grass? Imagine doing a stream here. They cut that or is it natural? Chat, I gotta do a stream in Karela, India, yo. കണ്ടാ കേരള കേരള ഒരു ആക്സെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? Chat, I gotta do a stream in Karela, India, yo. Hey, follow me everywhere I go. The Mako. That shit looks beautiful. That shit look... Chat, it looks like the home screen off Windows. ഇവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും ഇവിടെ അല്ലേ? Come on, come Kerala, brother. We are waiting. ഇത് കട്ട് ചെയ്ത് കൊണ്ടിട്ടോടെ പറഞ്ഞു പുള്ളി പറഞ്ഞു നമുക്കൊരു കോമ്പറ്റീഷൻ ആവട്ടെ. ഏത് നമുക്കൊരു കോമ്പറ്റീഷനിലാണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ വേണം. We need some competition. ഞാൻ ബാക്ക് ഫ്ലിപ്പ് പഠിക്കാൻ പോണേ. പീഡിയം ഒരു 8 പ്രാവശ്യം ബാക്ക് ഫ്ലിപ്പ് പഠിച്ചങ്ങ് അവനെ തിരികെ ഇതാക്കണം. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. അതിന് നീ നിന്റെ തന്തയ്ക്ക് ജനിച്ചാ പോരാ, എന്റെ തന്തയ്ക്ക് ജനിക്കണം. ഞാൻ പറഞ്ഞില്ല ആ ഫ്രെയിം കുറച്ചെല്ലാം കളിക്കുമെന്ന്. ഇച്ചിരി വിഷയം ഫ്രെയിം അത്. അണ്ണ ഇത്രേ ഉള്ളൂ. ഇത് വരെ സില്ലി പറ. എറിഞ്ഞ് പറിച്ച് അത് മൊത്തം സീനാക്കിയെന്ന് ബീജിലൊക്കെ കണ്ടപ്പോ. ലോകത്തിലെ ഏറ്റവും നിസ്സഹായനായ ഒരു ജീവിയുടെ അവസ്ഥയാണ്. ഇതിലും ഗതികെട്ടവൻ ആരുണ്ട് കർത്താവേ എന്ന ചോദ്യത്തിന് ഏക അവകാശി. കടലിലെ ഭീകരന്മാർ തന്റെ ശരീരം കഷ്ണങ്ങളാക്കിയിട്ടും ഒന്ന് നീന്തി രക്ഷപ്പെടാൻ പോലും കഴിയാതെ വേദന സഹിക്കാൻ വിധിക്കപ്പെട്ടവൻ. അതാണ് സൺഫിഷ്. സ്വന്തം ശരീരം ഒന്ന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് ഓളങ്ങൾക്കൊപ്പം ഒഴുകി നടക്കാൻ മാത്രമേ ഇവന് കഴിയൂ. മറ്റു മീനുകളെ പോലെ കടിക്കാൻ പല്ലുകളില്ല, നീന്തി രക്ഷപ്പെടാൻ വേഗതയില്ല, വേറെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പക്ഷെ നല്ല തൊലിക്കടിയുണ്ട്. കളിയാക്കിയതല്ല, ഏകദേശം 3 സെന്റിമീറ്റർ വരെ കട്ടിയുള്ള ലെതറി തൊലിയുണ്ട്. ഒരു സംശയം, നമ്മുടെ ഭൂമിയിൽ ഡൈനോസർ മുതൽ പലതരം മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ വംശം പല സാഹചര്യത്തിൽ അറ്റുപോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പാവപ്പെട്ടവൻ സർവൈവ് ചെയ്യുന്നത്? ഒരു തവണ 30 കോടി മുട്ടകളാണ് ഒരു പെൺ സൺഫിഷ് ഇടുന്നത്. താൻ ഇല്ലാതായാലും തന്റെ വംശം ഇല്ലാതാകരുത് എന്ന പ്രകൃതിയുടെ ഒരു കരുതലായിരിക്കാം ഇത്.
കരുത്തുള്ളവർ മാത്രം ജയിക്കുന്ന ലോകത്ത് ഒരു കഴിവുമില്ലാത്ത ഈ പാവത്തെ കോടിക്കണക്കിന് മുട്ടകൾ നൽകി പ്രകൃതി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാവർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.